നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കൂട്ടയടി നടക്കുമ്പോൾ ഇവിടെ ഒരു കാവൽ മുഖ്യമന്ത്രി നിന്ന് പുഴുങ്ങുകയാണ്. പണ്ടാരങ്ങളെ ഏതെങ്കിലും ഒരുത്തനെ കണ്ടെത്തി കസേരയിലൊന്ന് കയറ്റിയിരുത്ത്, എനിക്ക് നാണം കെടാൻ വയ്യെന്ന് പിണറായിയുടെ കരച്ചിൽ. സെക്രട്ടേറിയറ്റിൽ പണ്ടത്തെ പിടിയില്ലാത്തത് കൊണ്ട് തന്നെ CM ഓഫീസിൽ പിണറായിക്ക് പട്ടിത്താറ്റും പുച്ഛവും. പോലീസുകാരൊന്നും സല്യൂട്ട് അടിക്കുന്നില്ല. പിണറായിയോട് കലിപ്പുള്ള പോലീസുകാർ കലിപ്പിച്ച് നോട്ടവും പുച്ഛം വാരി വിതറലും. എന്താ വിജയാന്നുള്ള മട്ടിലാണ് വലതുപക്ഷ പോലീസുകാരുടെ ഇടപെടൽ. IASകാരാകട്ടെ പഴയ ബഹുമാനം കാണിക്കുന്നില്ല. ഇതുവരെ CMനോട് ചോദ്യം ചോദിക്കാൻ മടിച്ച IASകാർ ഇപ്പോൾ ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കുന്നു. അങ്ങനെ അടിമുടി ഉദ്യോഗസ്ഥ സംഘത്തിന്റെ മാറ്റം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് പിണറായി. ഇതുവരെ സെക്രട്ടേറിയറ്റ് വിറപ്പിച്ചിരുന്ന മനുഷ്യനാ ഇപ്പോൾ വായും പൂട്ടിക്കെട്ടി തലയും കുനിച്ച് നിൽക്കുകയാണ്. 10 വർഷത്തെ പിണറായി യുഗത്തിൽ ഉദ്യോഗസ്ഥരുടെ കൈയും കെട്ടി വായും പൂട്ടിച്ച് അവരെ ചങ്ങലക്കിട്ടിരിക്കുകയായിരുന്നു. പിണറായി പറയുമ്പോൾ മാത്രം വാ തുറക്കാൻ അനുമതി. പക്ഷെ അപ്പോഴും പിണറായിക്ക് നേരെ ചോദ്യം പാടില്ല. B. അശോക് IAS, പ്രശാന്ത് തുടങ്ങിയ എത്രയോ ഉദ്യോഗസ്ഥരെയാണ് വെട്ടി ഒതുക്കിയത്. എന്നാൽ അവർ പിണറായിസം പേടിച്ച് മിണ്ടാതിരുന്നില്ല. പുറത്തേക്കിറങ്ങി ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തി. പിണറായിസം തോറ്റു കാണാൻ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരും ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുന്നേ അശോക് IASന് സസ്പെൻഷൻ ലെറ്റർ അടിച്ചു കൊടുത്തത് പിണറായി ആയിരുന്നു. അത് നമ്മൾ കണ്ടല്ലോ. അശോകിനോടുള്ള കലിപ്പ് തീർത്തതായിരുന്നു അത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് പിണറായി പോയി പണി നോക്കാനാണ്. കാവൽ മുഖ്യമന്ത്രി മാത്രമായിരിക്കുന്ന പിണറായിയോട് കിട്ടിയ അവസരത്തിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കണക്ക് തീർക്കുകയാണ്. പഴയ രാജാവിൻ്റെ പരിവേഷം ഇപ്പോഴില്ല. ഉദ്യോഗസ്ഥർ പിണറായിയെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. കുമ്പിടാനും ആളില്ല, സല്യൂട്ട് അടിക്കാനും ആളില്ല. ചോദ്യങ്ങൾ ഭയക്കുന്ന പിണറായിക്ക് നേരെ ഇപ്പോൾ പൊള്ളുന്ന ചോദ്യങ്ങൾ. ഓരോ അവസ്ഥ നോക്കണേ. കേരളത്തിൽ ഭരണമാറ്റം യാഥാർത്ഥ്യമായതോടെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുന്നതിന് മുൻപ് തന്നെ സെക്രട്ടേറിയറ്റിലും ഭരണസിരാ കേന്ദ്രങ്ങളിലും UDF പിടിമുറുക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ പിണറായിസത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ജനവിധിക്ക് പിന്നാലെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായും തങ്ങൾക്കനുകൂലമായി മാറ്റിയെടുക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. വകുപ്പുകളിൽ വരാനിരിക്കുന്ന മന്ത്രിമാരെ പ്രതിക്കൂട്ടിലാക്കാത്ത വിധം ഫയൽ നീക്കങ്ങളും ഉദ്യോഗസ്ഥ വിന്യാസവും സുഗമമാക്കുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിൽ. ഭരണമാറ്റത്തിന്റെ കാറ്റ് തിരിച്ചറിഞ്ഞ് IAS IPS ഉദ്യോഗസ്ഥർക്കിടയിൽ വൻ ചുവടുമാറ്റമാണ് പ്രകടമാകുന്നത്. മുൻ സർക്കാരിന്റെ വിശ്വസ്തരായിരുന്ന പല ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോൾ UDF കേന്ദ്രങ്ങളുമായി അടുക്കാൻ മത്സരിക്കുകയാണ്. നയപരമായ തീരുമാനങ്ങളിൽ മുൻ സർക്കാരിനെ തുണച്ചവർ പലരും ഇപ്പോൾ മറുകണ്ഠം ചാടുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാണ്. ഇതിന് പിന്നാലെ പോലീസ് സേനയിലും വൻ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുകയാണ്. മുൻ സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങിയ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിന്ന് മാറ്റാനുള്ള പട്ടിക ഇതിനകം തയ്യാറായി കഴിഞ്ഞു. ഇടതുപക്ഷ സംഘടനയായ NGO യൂണിയന്റെ ആധിപത്യം തകർക്കാൻ UDF അനുകൂല സംഘടനയായ NGO അസോസിയേഷൻ രംഗത്തിറങ്ങിയതോടെ ഉദ്യോഗസ്ഥ തലത്തിൽ വൻ സ്ഥലം മാറ്റങ്ങളാണ് നടക്കാൻ പോകുന്നത്. സർക്കാർ ഔദ്യോഗികമായി ചാർജ് എടുക്കുന്നതിന് മുൻപേ UDF അനുകൂല സംഘടനകളുടെ താൽപര്യപ്രകാരം 400ഓളം ജീവനക്കാരെയാണ് വെള്ളിയാഴ്ച മാത്രം സ്ഥലം മാറ്റിയത്. സഹകരണ വകുപ്പിലെ ഓഡിറ്റർമാരും വിവിധ വകുപ്പുകളിലെ ക്ലർക്കുമാരുമാണ് ഇതിൽ ഭൂരിഭാഗവും. NGO യൂണിയന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ശിക്ഷാ നടപടികൾക്ക് ഇരയായിട്ടുണ്ട്. സഹകരണ വകുപ്പിലാണ് ഏറ്റവും വലിയ വേട്ട നടന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ മാത്രം 52 ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. കണ്ണൂരിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെ 12 പേരെയും വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാരെയും മാറ്റിയിട്ടുണ്ട്. വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലും സമാനമായ രീതിയിൽ വ്യാപകമായ അഴിച്ചുപണി നടന്നു. മുസ്ലിം ലീഗ് സ്വാധീന മേഖലകളിൽ ലീഗ് അനുകൂല സംഘടനകളും തങ്ങളെ തുണച്ചവരെ സംരക്ഷിക്കാനും എതിർക്കുന്നവരെ മാറ്റാനും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഡയറക്ടറേറ്റുകളിലും നടപടികൾ ശക്തമാണ്. ജലസേചനം, സാങ്കേതിക വിദ്യാഭ്യാസം, ഓഡിറ്റ്, ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് എന്നിങ്ങനെ പ്രധാന വകുപ്പുകളിലെല്ലാം ഭരണാനുകൂല സംഘടനകൾക്ക് താൽപ്പര്യമില്ലാത്തവരെ ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. NGO യൂണിയൻ തിരുവനന്തപുരം നോർത്ത് ജില്ലാ ട്രഷറർ ഹരിലാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മനോജ് കുമാർ എന്നിവരുടെ സ്ഥലം മാറ്റം രാഷ്ട്രീയ പകപോക്കലാണെന്ന് ഇടത് സംഘടനകൾ ആരോപിക്കുന്നു. എന്നാൽ ഭരണസ്തംഭനം ഒഴിവാക്കാനാണ് ഈ നീക്കമെന്ന് UDF കേന്ദ്രങ്ങളുടെ വിശദീകരണം.
റവന്യൂ വകുപ്പിലും ചട്ടങ്ങൾ ലംഘിച്ചുള്ള സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഡെപ്യൂട്ടി കളക്ടർ ഇറക്കിയ ഉത്തരവ് ഇതിനുദാഹരണമായി ജോയിന്റ് കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. ഓൺലൈൻ ക്യൂ ലിസ്റ്റിലെ മുൻഗണന ലംഘിച്ച് NGO അസോസിയേഷൻ ഭാരവാഹികളുടെ താൽപര്യപ്രകാരം താലൂക്കിന് പുറത്തേക്ക് മാറ്റങ്ങൾ നടത്തുന്നതാണ് വിവാദമായിരിക്കുന്നത്. അമ്പലപ്പുഴ താലൂക്കിലെ ജീവനക്കാരെ കുട്ടനാട് ഭാഗത്തേക്ക് മാറ്റിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന ആരോപണമുണ്ട്. മന്ത്രിമാർ അധികാരമേൽക്കുമ്പോൾ വകുപ്പുകളിൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുക എന്നതാണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് ഫയലുകൾ പൂഴ്ത്തിയവരും ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരും എന്ന പേരിൽ ഇടതുപക്ഷ അനുഭാവികളെ തഴയുന്നതിലൂടെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കാം എന്ന് നേതൃത്വം കരുതുന്നു. എന്നാൽ ഇത് സാധാരണ ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടിയാണെന്നും നിയമപരമായി നേരിടുമെന്നും NGO യൂണിയന്റെയും ജോയിന്റ് കൗൺസിലിന്റെയും നിലപാട്. പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും മുൻ സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടുകങ്ങളായി പ്രവർത്തിച്ചവരുമായ ഉദ്യോഗസ്ഥരെ ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റാൻ DGPയോട് ഉടൻ നിർദ്ദേശിക്കുമെന്നാണ് സൂചന. ഇന്റലിജൻസ് വിഭാഗത്തിലും വൻ മാറ്റങ്ങൾ വരും. മുൻ സർക്കാരിന്റെ രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ വിശ്വസ്തരെ നിയമിക്കുന്നത് ഭരണപരമായ സുരക്ഷ മുൻനിർത്തിയാണ്. സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ IAS തലപ്പത്തുള്ളവർക്ക് വ്യക്തമായ സന്ദേശം നൽകിക്കഴിഞ്ഞു. പല വിവാദ ഫയലുകളും അപ്രത്യക്ഷമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പിണറായി വിജയന്റെ കാലത്തെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള നീക്കങ്ങൾ റവന്യൂ, സഹകരണ വകുപ്പുകളിൽ ഉടൻ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥരെ മുൻകൂട്ടി മാറ്റിക്കൊണ്ടുള്ള ഈ ശുദ്ധികലശം. ഇവിടെ പിണറായി ഒരു 10 വർഷക്കാലം തൻ്റെ ശിങ്കിടികളെയാണ് എല്ലാ മേഖലകളിലും അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. പിൻവാതിൽ നിയമനം വ്യാപകമായി നടന്നിട്ടുണ്ട്. എന്നാൽ UDF അധികാരമേൽക്കുമ്പോൾ ഈ പിൻവാതിൽക്കാരെ എല്ലാം വലിച്ച് മുൻവാതിലിലൂടെ പുറത്തിടും. എന്നിട്ട് UDFന് അനുകൂലമായി നിൽക്കുന്നവർക്ക് മുൻഗണന കൊടുക്കും. വലിയൊരു പൊളിച്ചെഴുത്തിലേക്ക് UDF എത്തുകയാണ്. അതായത് ഭരണത്തിൽ പിണറായി വിജയന്റെ ഒരു പിടി പോലും ഉണ്ടാകരുത് എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായിസം തുലയ്ക്കുന്നതിന് വേണ്ടി പിണറായിയുടെ എല്ലാ ശിങ്കിടികളെയും മാറ്റി നിർത്തുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സർക്കാർ തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു നീക്കം, സർക്കാർ ഉദ്യോഗസ്ഥരുടെ തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ UDF കൃത്യമായി പിണറായിക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പിണറായി വിജയന്റെ എല്ലാ അവതാരങ്ങളെയും ഞങ്ങൾ വലിച്ചു പുറത്തിടുമെന്ന്, പകരം തങ്ങളുടെ അവതാരങ്ങളെ എടുത്ത് അപ്പോയിന്റ് ചെയ്യുമെന്നും പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാവരും ഒരു കളം മാറ്റി ചവിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇടതിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നവരിൽ പലരും ഇപ്പോൾ വലതുപക്ഷത്തേക്ക് ചാഞ്ഞ മട്ടാണ്. ഉദ്യോഗസ്ഥർ അവരുടെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ. ഈ 5 വർഷം ഭരണം മാറി മാറി വരുമ്പോൾ ഉദ്യോഗസ്ഥർ ഒരു സർക്കാരിനോടൊപ്പം നിൽക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത സർക്കാരിനൊപ്പം നിൽക്കുന്നു. എന്നാൽ പക്ഷേ ഇവിടെ ഒരു 10 വർഷക്കാലം പിണറായിക്കൊപ്പം തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അവർ പക്ഷേ കാറ്റ് മാറി വീശിയതോടെ അതിനനുസരിച്ച് നീങ്ങാനും തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ IAS IPS ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും പിണറായിയെ എടുത്ത് തോട്ടിലെറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇനിയെങ്കിലും ഞങ്ങൾക്ക് സത്യസന്ധമായി ജോലി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണെങ്കിൽ ഇവിടെ നല്ല ഒരു ഭരണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രത്യേകിച്ച് UDF തമ്മിലടി ശക്തമാണ്. അവർ തമ്മിലടിച്ച് തീരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർ അവരൊന്ന് പണിയെടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ആരുടെയും കാൽച്ചുവട്ടിൽ കിടക്കാതെ, അടിമകളായി നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായി പണിയെടുക്കാൻ അവർ എത്രയോ കാലങ്ങളായി ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. എത്രയോ നല്ല ഉദ്യോഗസ്ഥരുണ്ട്, നമ്മൾ അവരെയും കാണണം. പക്ഷേ ഈ രാഷ്ട്രീയ കൈകടത്തൽ കാരണം ആ ഉദ്യോഗസ്ഥർക്കെല്ലാം നിരാശ മാത്രമാണ്. ഇനിയെങ്കിലും അവർക്ക് സ്വസ്ഥമായി ഒന്ന് പണിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊരു കാര്യം, പിണറായിസം തുലഞ്ഞപ്പോൾ അതിനെ ജയ് വിളിക്കുകയാണ് ഒരു കൂട്ടം ഉദ്യോഗസ്ഥ വൃന്ദം. ആ കൂട്ടത്തിൽ IAS IPSകാർ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എത്രയോ ഉദ്യോഗസ്ഥരെയാണ് ഈ ഭരണകൂടം ഈ 10 വർഷ കാലയളവിൽ വേട്ടയാടിയത്. ഇവർക്കൊപ്പം നിൽക്കാത്തവരെ എന്തെല്ലാം പേരിലാണ് ആക്രമിച്ചതും മാനസികമായി തളർത്തിയതും. എത്രയോ ഉദ്യോഗസ്ഥരെ വേട്ടയാടിയ ചരിത്രം നമുക്കറിയാം. TP സെൻകുമാർ, അതുപോലെ തന്നെ ജേക്കബ് തോമസ്, അശോക്, പ്രശാന്ത് തുടങ്ങി എത്ര നല്ല ഉദ്യോഗസ്ഥരെ അവരുടെ
നല്ല കാലയളവിൽ, അതായത് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട കാലയളവ് മുതൽ അവർ ഇത്തരത്തിൽ കൊടിയ പീഡനങ്ങൾ നേരിട്ട് അവസാനം സൈകെട്ട് പുറത്തേക്കിറങ്ങി പോയവരും ഉണ്ട്. പിണറായിസത്തിന് കുമ്മി അടിക്കുന്നവർക്ക് മാത്രമായിരുന്നല്ലോ ഇതുവരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നത്. ജേക്കബ് തോമസിനെയൊക്കെ അദ്ദേഹത്തെ വേട്ടയാടിയതിന് കയ്യും കണക്കുമില്ല. ഒരു കാലത്ത് പിണറായി വിജയന്റെ വലങ്കൈയായിരുന്ന ആളാണ് ജേക്കബ് തോമസ്. പിന്നീട് പിണറായിസത്തെ എതിർത്തു എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം വെറുക്കപ്പെട്ടവനായി മാറുന്നത്. ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എത്രയോ പേർ പിണറായിക്കൊപ്പം നിന്നവരും പിന്നീട് പിണറായിസത്തെ എതിർത്തപ്പോൾ വെട്ടിനിർത്തപ്പെട്ടവരുമാണ്. ആ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതികാര നടപടികൾ പിണറായി വിജയൻ കാണിച്ചില്ലേ? അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള മട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായിയെ അവർ ശക്തമായി എതിർക്കുന്നത്. കാവൽ മുഖ്യമന്ത്രിയാണ് പിണറായി ഇപ്പോഴും. അടുത്ത സർക്കാർ അധികാരം ഏൽക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയാണ്. പക്ഷേ ആ കാവൽ മുഖ്യമന്ത്രിക്ക് ഒരു വിലയും ഈ ഉദ്യോഗസ്ഥ വൃന്ദം ഇപ്പോൾ കൊടുക്കുന്നില്ല. അവരോട് കാണിച്ചതിനൊക്കെ കിട്ടിയ അവസരത്തിൽ അവർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മാധ്യമങ്ങളോട് ഒരക്ഷരം പ്രതികരിക്കാൻ പിണറായി ഇതുവരെ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ പിണറായിയുടെ ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുകയാണ്. പക്ഷേ നിരാശയാണ് ഫലം. മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ ചർച്ച വഴിതിരിച്ചു വിട്ട് രക്ഷപ്പെടുകയാണ് പിണറായി. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന CPM പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഡൽഹിയിൽ എത്തിയപ്പോൾ നടന്ന ഒരു സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും പ്രതിപക്ഷ നേതാവായി ആരെ തെരഞ്ഞെടുക്കും എന്നതുൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ യോഗത്തിൽ ചർച്ച ഉണ്ടാകും. പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ തയ്യാറായതേയില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും പിണറായി മറുപടി പറയാതെ യോഗം നടക്കുന്ന 2ാം നിലയിലേക്ക് കയറി പോകുകയായിരുന്നു. മറ്റേത് മാധ്യമങ്ങൾ തന്നെ ചുറ്റും വളഞ്ഞാൽ പിണറായി ദേഷ്യം കാണിക്കുന്ന ആളാണ്, ധാർഷ്ട്യം പുറത്തെടുക്കുന്ന ആളാണ്, മാറി നിൽക്ക്, കടക്ക് പുറത്ത് എന്നൊക്കെ പറയുന്ന ആളാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള വിരട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ ഇങ്ങനെ പോകുമ്പോൾ അവരെ കാണാത്ത മട്ടിൽ പിണറായി കയറി പോകുകയായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് മാധ്യമങ്ങളോട് ഒരു കാര്യം മാത്രം പിണറായി പറഞ്ഞു. മാധ്യമ സംഘത്തിലെ ക്യാമറാമാന്മാരുടെ തിരക്കുകൂട്ടൽ കണ്ട് ആരും പിന്നോട്ട് നടന്ന് വീഴാതെ നോക്കണം എന്ന ഒരു ഉപദേശമായിരുന്നു പിണറായി നൽകിയത്. മാധ്യമങ്ങളോട് എന്ത് കരുതലാണ് പിണറായിക്കെന്ന് ഓർത്തു നോക്കണേ. മുൻപ് വരെ മാധ്യമങ്ങളുമായിട്ട് ഇവിടെ കേരളത്തിൽ യുദ്ധമായിരുന്നു പിണറായി. മാധ്യമങ്ങളോട് അങ്ങനെ ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടുള്ളത് തന്നെ വളരെ വിരളമാണ്. വിരലിലെണ്ണാവുന്ന വാർത്താ സമ്മേളനങ്ങളിൽ മാത്രമാണ് പിണറായി മാധ്യമപ്രവർത്തകരോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം യുദ്ധമായിരുന്നു. പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ മാധ്യമങ്ങളെ അനുവദിക്കാത്ത ഒരു നടപടി, കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറയുക, ഇത്തരത്തിൽ മാധ്യമങ്ങളെ പൂർണ്ണമായും അകറ്റി നിർത്തുന്ന പിണറായിയെ നമ്മൾ 10 വർഷം കണ്ടതാണ്. പക്ഷേ ആ പിണറായി ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് ഒരു കരുതൽ കാണിക്കുകയാണ്. ക്യാമറാമാന്മാരോട് പറയുകയാണ് പിറകോട്ട് നടന്ന് വീഴാതെ നോക്കണമെന്ന് പല ആവർത്തി പിണറായിക്ക് ഇവിടുത്തെ ജനങ്ങളും പാർട്ടിക്കാരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതൊന്ന് ചെവിക്കൊണ്ടിരുന്നുവെങ്കിൽ ഇത്രത്തോളം ഒരു നാണം കെട്ട ഇറങ്ങിപ്പോക്ക് നിങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ ആകരുതായിരുന്നു പിണറായി വിജയന്റെ പടിയിറക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾക്കെതിരെ വിമർശനം ഉയർന്നു എന്നുള്ള തരത്തിലെ വാർത്ത പുറത്തു വന്നതിനെതിരെ കലിപ്പിച്ച് ഇപ്പോൾ CPMകാർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. യോഗത്തിൽ വ്യക്തികളെ കുറ്റപ്പെടുത്തിയുള്ള ചർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് CPM വ്യക്തമാക്കിയിരിക്കുന്നത്. വിമർശനപരമായ ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായെങ്കിലും ഏതെങ്കിലും വ്യക്തികളെ കുറ്റപ്പെടുത്തി ഒരു ആളും ഒന്നും പ്രതികരിച്ചില്ല. വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥയാണിതെന്നും CPM പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ പാർട്ടിയിൽ നിന്ന് തന്നെ, ഈ യോഗത്തിൽ നിന്ന് തന്നെയാണ് ചില രഹസ്യ വിവരങ്ങൾ ചോർന്നു കിട്ടി മാധ്യമങ്ങൾക്ക് കിട്ടിയത്. നടന്ന യോഗങ്ങളിലൊക്കെ പിണറായിയെ എടുത്തിട്ട് പൊരിച്ചു എന്നുള്ളതും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ചോർന്ന് പുറത്തേക്ക് പോയതാണ്, അല്ലാതെ ഇവിടുത്തെ മാധ്യമ സൃഷ്ടിയല്ല അത്. ഇപ്പോഴും ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഒരു വ്യക്തികളെയും കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പിണറായിയുടെ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ പിണറായിയെ കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ അതിന് പോലും പറയാൻ ധൈര്യമില്ല. അവിടെ പോലും പിണറായിയുടെ പേര് വരരുത്. ഇപ്പോഴും പിണറായിയെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയാണ്. എന്തായാലും അവർ പുറത്തിറക്കിയ പ്രസ്താവന നമുക്കത് ഒന്ന് പരിശോധിക്കാം. അതിനകത്തിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ടു പോയ സംസ്ഥാന സർക്കാരിന് തുടർ ഭരണം പ്രതീക്ഷിച്ചിരുന്നതാണ്.
ഇതെന്തുകൊണ്ട് സാധ്യമായില്ല എന്ന പ്രശ്നം വിശദമായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയുണ്ടായി. വന്ന പോരായ്മകളെ സംബന്ധിച്ച് വിമർശനപരവും സ്വയം വിമർശനപരവുമായ ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായി. ഏതെങ്കിലും വ്യക്തികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയൊന്നും ആയിരുന്നില്ല നടന്നത്. വന്ന പോരായ്മകൾ പാർട്ടിയിലുടനീളം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഐക്യകണ്ഠേന തീരുമാനിച്ചു. ശരിയായ പരിശോധന നടത്തി മുന്നോട്ടു പോയാൽ ഈ പരാജയത്തെ അതിജീവിക്കാൻ കഴിയുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഐക്യകണ്ഠേന എടുത്ത ഇത്തരം തീരുമാനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമമാണ് ഇത്തരം മാധ്യമങ്ങൾ നടത്തുന്നത്. പാർട്ടിക്കെതിരായി വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകളുടെ മറ്റൊരു മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം പ്രചാരണങ്ങളെ തള്ളിക്കളയണം. ഇതായിരുന്നു CPMന്റെ വിശദീകരണ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളിൽ ആരും പിണറായിയെ ചീത്ത വിളിച്ചില്ല എന്ന് ഇപ്പോൾ പറയുകയാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടയടി അങ്ങാടിപ്പാട്ടായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനുമൊക്കെ നിങ്ങൾക്ക് പല ആവർത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പോക്ക് ശരിയല്ല എന്ന്. അതെപ്പോഴെങ്കിലും ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇത്രത്തോളം വലിയ തിരിച്ചടി CPMന് കിട്ടുമായിരുന്നില്ല. എന്തായാലും പിണറായി വിജയൻ ഇപ്പോൾ ആകെ അടിമുടി വിറളി പിടിച്ച് സമനില തെറ്റി നടക്കുകയാണ്. പണ്ടത്തെ പ്രതാപം തനിക്കില്ലാത്തത് അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. 10 വർഷം ചുറ്റും പരിവാരങ്ങൾ, ശിങ്കിടികൾ, പോലീസുകാർ, 40 വണ്ടി പോലീസിൻ്റെ അകമ്പടി, എന്തൊക്കെ ബഹളങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. അതെല്ലാം പോയതിൻ്റെ ഒരു വേവലാതി പിണറായിയിൽ നന്നായി കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിലേക്കേ പിണറായി എത്തുന്നില്ല. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല എന്നുള്ള നിലപാടിൽ പിണങ്ങി നിൽക്കുകയാണ് പിണറായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.